ഈശോയുടെ മുമ്പിൽ ഇരിക്കണം. നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവം നമ്മളിൽ കൃപ വർഷിച്ച് അനുഗ്രഹങ്ങൾ വർഷിച്ച് നമ്മളെ സ്വന്തമാക്കുന്ന വലിയ കൃപയുടെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഓരോ പ്രഭാതത്തിലും ദൈവം കൃപ വർഷിച്ച് നമ്മളെ സ്വന്തമാക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. എന്നാൽ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോയെങ്കിൽ തിരിച്ചു വരാനുള്ള വലിയ ഒരു വിളി തന്ന് ഈശോ നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. അതിനുള്ള പാപത്തിന് പരിഹാരം ചെയ്ത് ജീവിത വഴികളെ തിരുത്തി ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള വലിയ കൃപയുടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നോമ്പ് കാലം കൃപയുടെ കാലമാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ധ്യാനിച്ചതാണ് വിശുദ്ധ കുർബാന മധ്യേ. നോമ്പ് കാലം നോവിൻ്റെ കാലമാണ്. നോമ്പ് കാലം നോവിൻ്റെ കാലമാണ്. അതോടൊപ്പം തന്നെ നോമ്പ് കാലം ഒരു യുദ്ധത്തിൻ്റെ കാലം കൂടെയാണ്. ജീവിത വഴികളെ തിരുത്താനും ഇഷ്ടങ്ങൾക്കും ഇഷ്ടക്കേടുകൾക്കും ഇടയിലുള്ള ഒരു യുദ്ധം, അത് നടത്താനും തിരിച്ചു നടക്കാനും ഈശോയുടെ സ്വന്തമാക്കാനുമുള്ള ഒരു വലിയ വിളി നിന്ന് ദിവ്യകാരൻ ഈശോ നമ്മളെ ഈ നോമ്പ് കാലത്തിലൂടെ കടത്തിവിടുകയാണ്. നോമ്പ് കാലത്ത് നമ്മൾ വളരെ കൃത്യമായി ധ്യാനിക്കുന്നത് ഈശോമിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ്. ആ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ പീഡാസഹനം, അവിടുത്തെ കുരിശുമരണം, ഉത്ഥാനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ച് ഉത്ഥാനത്തിന്റെ മഹനീയത അനുഭവിക്കുന്ന ഈസ്റ്റർ ആഘോഷത്തോടുകൂടെ നമ്മുടെ നോമ്പ് കാലത്തിന് അവസാനം കുറിക്കുകയാണ്. വർഷങ്ങൾ നമ്മൾ എല്ലാ വർഷവും ഈ 50 നോമ്പിലൂടെ കടന്നു പോകുന്നവരാണ്. എല്ലാ വർഷവും നമ്മൾ 50 നോമ്പിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിത വഴികളിൽ, ജീവിത രീതികളിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ ഈ നോമ്പ് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നത് യാതൊരു സംശയവുമില്ല. ഈ നോമ്പ് കാലത്ത് എനിക്ക് കൂടുതൽ ഈശോയോട് അടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. ഈ നോമ്പ് കാലത്ത് എനിക്ക് ഈശോയെ അതിയായി സ്നേഹിക്കാൻ പറ്റണം. എനിക്ക് ഈ നോമ്പ് കാലത്ത് ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനായിട്ട് പറ്റണം. ഇത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിളിയാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന്റെ നിമിഷമാണ് എന്ന് മനസ്സിലാക്കുക. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഓശാന ഞായറാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകും. ജെറുസലേം തലൈനഗരത്തിലേക്ക് ഈശോ രാജകീയമായി പ്രവേശിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഓശാന തിരുനാളിൽ ധ്യാനിക്കും. ഓശാന തിരുനാളിൽ ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടുന്ന് രാജാവായി പ്രവേശിക്കുന്നത് കഴുതക്കുട്ടിയുടെ പുറത്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. വീണ്ടും പെസഹ തിരുനാളിനെ കുറിച്ച് പെസഹ വ്യാഴാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ 2 കൂദാശകൾ സ്ഥാപിച്ചു. പൗരോഹിത്യവും 2 വിശുദ്ധ കുർബാനയും. 2 കൂദാശകൾ ഈശോ ഒറ്റ ദിവസം സ്ഥാപിച്ചു. വിശുദ്ധ കുർബാനയില്ലെങ്കിൽ പൗരോഹിത്യമില്ല, പൗരോഹിത്യമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കാത്തൊരു പുരോഹിതൻ, വിശുദ്ധ കുർബാനയോട് സ്നേഹമില്ലാത്തൊരു പുരോഹിതൻ, വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തൊരു പുരോഹിതൻ, അത് അവനൊരു പുരോഹിതനല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഒരു വിശുദ്ധ കുർബാനയാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 54-ാമത്തെ തിരുവചനം, യോഹന്നാൻ ചെയ്തി 6-ാം അധ്യായം 54-ാമത്തെ തിരുവചനം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം അവനെ ഞാൻ ഉയർത്തും.
ഇതാ ലോകത്തിന്റെ അവസാനം വരെ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാന പ്രകാരം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതാ നിങ്ങളോടൊത്ത് ഞാൻ വസിക്കുന്നു, നിങ്ങളോടൊപ്പം ഞാനായിത്തീരുന്നു. നിങ്ങളുടെ ചിന്തകളുടെ, നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗമായി വിശുദ്ധ കുർബാന ഈശോ തിരുമൂർത്തിയായി നിന്റെ നാവിലടിയുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മക്കളോടുകൂടെ ലോകത്തിന്റെ അവസാന നിമിഷം വരെ എനിക്കായിരിക്കാൻ പറ്റണം. ലോകത്തിന്റെ അവസാന നിമിഷം വരെ എന്റെ മക്കളോടൊത്ത് എനിക്കായിരിക്കാനായിട്ട് പറ്റണം. ഇതാ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നിമിഷം ഞാൻ അവനെ ഉയർപ്പിക്കും. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന ആയിത്തീരാനായി ഈശോ ചെറിയ ഒരു ഗോതമ്പമായി തീരാനായി ഈശോ എത്രത്തോളം പീഡകൾ സഹിച്ചു, എത്രത്തോളം വേദനയേറ്റു എന്നത് നമ്മൾ സ്നേഹത്തോടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ ധ്യാനിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന കേവലം ഒരു AC റൂമിൽ ഇരുന്ന് ഈശോ സന്തോഷങ്ങളുടെ, ആഘോഷങ്ങളുടെ, തിമിർപ്പുകളുടെ നടുവിൽ ഈശോ സ്ഥാപിച്ചതല്ല വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് അവൻ വിശുദ്ധ കുർബാനയായി തീരാൻ അവന്റെ ശരീരം കീറി മുറിച്ചു നൽകി. അവന്റെ ശരീരം ചാട്ടവാറണിയേൽക്കാത്ത അവന്റെ ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇല്ലായിരുന്നു. വേദനയേൽക്കപ്പെടാത്ത, അടിയേൽക്കപ്പെടാത്ത, കീറി മുറിക്കപ്പെടാത്ത അവന്റെ ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇല്ലായിരുന്നു. അവന്റെ തലയിൽ പൊൺമുടി അണിയിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. അവന്റെ ചങ്ക്, അവന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. അവന്റെ ശരീരം കീറി മുറിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. ആണിപ്പഴുതുകളിലേക്ക് അവന്റെ കൈകാലുകൾ വലിച്ചു നീട്ടിയപ്പോൾ, അവന്റെ ഈശോമിശിഹായുടെ ഉരത്തിൽ നിന്ന് ശരീരം, ആ കൈകൾ വേർപെട്ടപ്പെട്ടപ്പോൾ, കൈക്കുടയിൽ നിന്ന് വേർപെട്ടപ്പെട്ടപ്പോൾ ചങ്ക് വലിക്കുന്ന, ഈ ലോകം ചിന്തിക്കുന്നതിന് അപ്പുറമായ വേദന ഏറ്റെടുത്തത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. അവൻ തന്റെ മകൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴും ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴും അവനെ അതിനായി തന്റെ അമ്മ, പരിശുദ്ധ അമ്മ സമർപ്പിച്ചത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയായി തീരാൻ ഈശോ സഹിച്ച പാടുപീഡകളെ നമ്മൾ ധ്യാന വിഷയമാക്കണം, ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അചാരമായ ഈ വിശുദ്ധ കുർബാനയായി തീരാൻ ഈശോ ആഘോഷങ്ങളുടെയോ സുഖങ്ങളുടെയോ നടുവിലല്ല ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. മറിച്ച് അവൻ വിശുദ്ധ കുർബാനയായി തീർന്നത് പെസഹ വ്യാഴാഴ്ച അപ്പമെടുത്ത് വാഴ്ത്തി കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു. പാനപാത്രം എടുത്തുകൊണ്ട് ഇതെന്റെ രക്തമാണെന്ന് അവൻ പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ദുഃഖവെള്ളിയാഴ്ച കാൽവരിയുടെ വിരുമാറിൽ അത് സംഭവിച്ചു. അവൻ വിശുദ്ധ കുർബാനയായി തന്റെ ശരീരവും രക്തവും കീറി മുറിച്ചു നൽകി. തന്റെ ശരീരവും രക്തവും അവൻ കീറി മുറിച്ചു നൽകി. തന്റെ ദുഃഖപാലന്റെ ചേതനയറ്റ, ജീവനറ്റുപോയ ശരീരം പരിശുദ്ധ അമ്മ മടിത്തട്ടിൽ സ്വീകരിച്ചത് ഹൃദയം വളർന്ന വേദന, ആ വേദനയുടെ നിമിഷങ്ങളിലും തന്റെ മകന്റെ ചേതനയറ്റ ശരീരം അവൻ ഹൃദയത്തിൽ സ്വീകരിച്ചത്, മടിത്തട്ടിൽ സ്വീകരിച്ചത് വിശുദ്ധ കുർബാനയാകാനാണ്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയ്ക്ക് അർത്ഥമുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും തന്നെ കേൾക്കപ്പെടാതെ പോകുന്നില്ല. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടാതെ പോകില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിനക്ക് ഈ വിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഉണ്ടാവണം. നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തെ ഈ ബലിവേദിയിൽ നിനക്ക് സമർപ്പിക്കാൻ പറ്റണം. ഈ വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ ഫലവിചാരത്തോടെ
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം. യെശയ്യായുടെ വാക്കിനു 66-ാം അധികാരം 14-ാമത്തെ ഇറങ്ങിവാർത്തേ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തണുക്കും. കർത്താവിന്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിന്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. വിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ജീവിത വഴികളെ വിശുദ്ധീകരിച്ച് ക്രമീകരിച്ച് നീ ഈശോയ്ക്ക് സമർപ്പിച്ചു നോക്കുകയും അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ഈശോയെ കണ്ട് അവിടുത്തെ തിരുമുഖം കണ്ട് നിനക്ക് ഈശോയിൽ സന്തോഷിക്കാൻ പറ്റണം. കാരണം നിനക്ക് വേണ്ടി ബലിയായി തീർന്നവനെ ബലിവേദിയിൽ കണ്ട് സന്തോഷിക്കാൻ, ആ ബലിവേദിയിൽ മുറിയപ്പെടുന്ന തിരുവോസ്തിയിൽ ഈശോ മിശിഹായെ തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. ഇല്ലെങ്കിൽ കേവലം ചില പ്രാർത്ഥനകളുടെ ഒരു കൂട്ടമായി വിശുദ്ധ കുർബാന മാറും. അല്ലെങ്കിൽ കേവലം ചില പ്രാർത്ഥനകളുടെ കൂട്ടവും ഞായറാഴ്ച കടമ തീർക്കുന്ന ഒരു കാര്യമായി വിശുദ്ധ കുർബാന മാറിപ്പോകും. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നിനക്ക് നിർബന്ധമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, ഈ ബലിവേദിയിൽ നിനക്കായി മുറിയപ്പെടുന്ന കർത്താവിനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യുത അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിയുന്നു. സ്നേഹമുള്ളവരെ, ഈശോയോടൊപ്പം നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഈശോയോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയോട് നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പകരാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 22-ാമത്തെ ഇറങ്ങിവാർത്തേ. ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. വളരെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ആത്മാവിനാൽ നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുകയും വിശുദ്ധ കുർബാനയിൽ നിന്റെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ പോലെ കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. വിശുദ്ധ കുമ്പസാരം, അതിലാണ് ഏറ്റവും വലിയ കൃപ ഒഴുകപ്പെടുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ കഴുകി വിശുദ്ധീകരിച്ചതിനു ശേഷം, ജീവിതത്തെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിച്ചതിനു ശേഷം, കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് അണിയുമ്പോൾ ഈ വിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന കൃപയുടെ നിധിയായി മാറുകയാണ്. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. സ്നേഹമുള്ളവരെ, നിത്യജീവിതത്തിന്റെ അച്ചാരമായി വിശുദ്ധ കുർബാന മാറുമ്പോൾ, നിത്യജീവിതത്തിലേക്കുള്ള വഴിയായി വിശുദ്ധ കുർബാന മാറുമ്പോൾ നിന്റെ ജീവിതം കൃപയുടെ ജീവിതമായി മാറുകയാണ്. ജെറമിയാ പ്രവാചകന്റെ പുസ്തകം ജെറമിയാ വാക്കുന്നുണ്ടോ 1-ാമത് അധികാരം 5-ാമത് വാർത്തയിൽ, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനനത്തിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സ്നേഹമുള്ളവരെ, ഓരോ പ്രവാചകനും ഓരോ പുരോഹിതനും ദേശത്തിന് വേണ്ടി ഓരോ ദേശത്തിന് വേണ്ടി കാലത്തിനനുസൃതമായി ദൈവം തമ്പുരാൻ അവന്റെ ജനനത്തിന് മുമ്പ്
വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. പാപമോചകമായ വിശുദ്ധ കുംഭസാരത്തിന്റെ വേദി പാപങ്ങൾ മോചിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധ സഭയ്ക്ക് വേണ്ടി സന്താനങ്ങളെ വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ വീണ്ടും ജന്മം നൽകാൻ പുരോഹിതരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ബലിയർപ്പിക്കാൻ, വിശുദ്ധ കുർബാനയിൽ ബലിയായിത്തീരാനും ബലിയർപ്പിക്കാനുമായി ഒരു പുരോഹിതനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. കാലത്തിന്റെ പൂർണ്ണതയായി ഓരോ ദേശത്തിനും കാലാനുസൃതമായി ദൈവം ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ജെറമിയ വാക്കുന്നു 1-ാം അധികാരം 8-ാമത്തെ തിരുവാർത്ത. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഉറപ്പുള്ള കോട്ടയായി, സംരക്ഷണത്തിന്റെ കോട്ടയായി ദിവ്യകാരുണ്യം നമ്മുടെ കൂടെയുണ്ട് എന്നത് തിരിച്ചറിവാണ് മാറ്റാം. സ്നേഹമുള്ളവരെ, ഈശോയെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. എന്റെ രക്ഷയ്ക്ക് എന്നോടുകൂടെ നടക്കുന്ന ഈശോയെ, എന്റെ രക്ഷയ്ക്കായി എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, എന്നോടൊപ്പം എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ, എന്റെ ജോലി മേഖലകളിൽ, എന്റെ ആവശ്യങ്ങളിൽ എനിക്ക് ആശ്വാസമായി എന്നിലേക്ക് ക്രമവർഷിക്കുന്ന ഈശോയെ, എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ നിറവായ ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ അനുഭവമായി, സന്തോഷമായി, പുതിയ കൃപയായി, അനുഗ്രഹമായി എന്നിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ സ്നേഹമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, എന്നിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ച് പുതിയൊരു സൃഷ്ടിയായി എന്നെ രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ, എന്നോടൊത്ത് വസിക്കണേ എന്ന് പ്രാർത്ഥിച്ച്
കനിവാർന്നിൽ കനിയണമേ. ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, എന്നോട് താമസിക്കണേ. നാഥ, ഞങ്ങളോട് താമസിക്കാം. ഈശോ നമ്മളോട് താമസിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവമാണ് വിശുദ്ധ കുർബാന. നാഥ, ഞങ്ങളോട് താമസിക്കണേ. ഈശോയെ, ഞങ്ങളോട് താമസിക്കണേ. ഈശോയെ, ഞങ്ങളോടൊപ്പം ഈശോയെ നടക്കണേ. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളോടടുത്തിരിക്കണേ. ഈശോയെ, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റണേ. ഈശോയെ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിങ്ങൾക്ക് സൗഖ്യമാകണേ. ഈശോയെ, ഓരോ നിമിഷവും ഞങ്ങളോടൊത്ത് ഈശോയെ, ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തണേ. ഈശോയെ, ദാഹത്തോടെ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. മരുന്നല്ല ദേവനം നല്ല നിൻകാരുണ്യം, തിരുവോസ്തിയാണെൻ്റെ പുണ്യം. മരുന്നല്ല ദേവനം നല്ല നിൻകാരുണ്യം, തിരുവോസ്തിയാണെൻ്റെ പുണ്യം. അഴുതാരയും നേരുന്ന എന്റെ ഉൾത്താരിൽ പാടുന്ന ആരാധന, അൾത്താരയിൽ നേരുന്ന ആരാധന, എന്റെ ഉൾത്താരിൽ പാടുന്ന ആരാധന. മരുന്നല്ല ലേപനം നല്ല നിൻകാരുണ്യം, തിരുവോസ്തിയാണെൻ്റെ പുണ്യം. നമ്മുടെ എല്ലാ വേദനകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ കടബാധ്യതകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പാപാവസ്ഥകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നടക്കുന്ന ദോഷങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ജീവിതത്തിൽ അങ്ങേക്കെതിരായി ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും മനസ്തപിക്കുന്നു എന്ന് ഈശോയോട് പറയാം. എന്റെ പാപങ്ങൾ ഈശോയെ ക്ഷമിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് തിരുരക്തത്താൽ കഴുകണമേ ദിവ്യാത്മാവേ, എന്നെയും നീ പുതിയൊരു ജീവിതം ഏകണമേ. എന്നെ നീ മാറ്റണമേ, പുതിയൊരു ജീവിതം ഏകണമേ. എന്നെ നീ മാറ്റണമേ. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചിന്തകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. നല്ലത് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയെ, ദിവികാരുടെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിച്ച് തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നുകർത്താവേ. ശിരസ് മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ല
ഈ കാഴ്ചശക്തി നിങ്ങൾക്ക് ഈശോ തന്നതാണ്. ഈശോയെ കാണാൻ, തിരുവചനം വായിക്കാൻ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് കാണാൻ നിന്റെ കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാണണം, അത് കാണണം. ദിവ്യരഹസ്യങ്ങളെ അത് പരികൽപ്പന ചെയ്യുന്നതിനെ കാണാൻ, ദേവാലയത്തിൽ പ്രവേശിച്ച് ഈശോയെ കാണാൻ, സകലാരി ദിവ്യകാരണത്തിൽ ഈശോയെ കാണാൻ നിനക്ക് ഈശോ ദാനമായി തന്നതാണ് നിന്റെ കണ്ണുകൾ. ആ കണ്ണുകൾ കൊണ്ട് നീ ഈശോയെ കാണാൻ പറ്റുമോ? നീ വായിച്ചതും കണ്ടതും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണ് നിന്റെ കണ്ണിലേക്ക് കടന്നു വന്നത്. നിന്റെ കാഴ്ചകളെ വിശുദ്ധീകരിക്കുക. അതിലൂടെ അശുദ്ധി നിനക്ക് നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ ചിന്തകളിലേക്ക് കടന്നു വന്ന അശുദ്ധിയെ നിനക്ക് മാറ്റാൻ പറ്റും. നിന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കുക. ഈശോയെ നല്ലത് കാണാൻ എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നിനക്ക് നാവിനെ നിനക്ക് ഈശോ തന്നു. നിനക്ക് സംസാരശേഷി ഈശോ തന്നു. നിനക്ക് നല്ലതുപോലെ പറയാൻ, വ്യക്തമായി സംസാരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ട്. ഈ നാവ് കൊണ്ട് നീ നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്. അസൂയയുടെ വാക്കുകൾ നീ പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവരെ അകാരണമായി ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? നീ വെല്ലുവിളിച്ചിട്ടില്ലേ? നീ കുറ്റം പറഞ്ഞിട്ടില്ലേ? ഈശോ നിന്റെ നാവിനെ തൊട്ട് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുരംഗത്താൽ എൻ്റെ ഈശോയെ എൻ്റെ നാവിനെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നിന്റെ ഹൃദയത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഹൃദയവാതിൽ ഞാൻ മുട്ടിപ്പിടിക്കുന്നു. നീ എനിക്കായി വാതിൽ തുറന്നു തരികയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഒന്ന് വസിക്കും. നീ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാമത് ഇടം കൊടുത്തിട്ടുണ്ടോ? അതോ വേറെ വല്ലതുമാണോ? അതോ വേറെ വല്ല വ്യക്തികൾക്കാണോ നീ ഇടം കൊടുത്തത്? വേറെ ഏതെങ്കിലും വസ്തുക്കൾക്കാണോ നീ ഇടം കൊടുത്തത്? നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ ഈശോ നിന്നെ തട്ടി വിളിക്കുമ്പോൾ നീ വാതിൽ ഈശോയ്ക്ക് കടന്നു വരാതിരിക്കാനായി നീ വാതിൽ കൊട്ടിയടച്ചിട്ടുണ്ടോ? നീ അഹങ്കാര ചിന്തകൾ കൊണ്ട്, ഞാനൊരു വലിയ വ്യക്തിയാണെന്നുള്ള താൻപോരിമ കൊണ്ട്, സെൽഫ് പ്രൈഡ് കൊണ്ട് നീ നിന്റെ ഹൃദയത്തെ നിറച്ചിട്ടുണ്ടോ? ഇന്നേ ദിവസം നിന്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ നിന്നോട് പറയുക, നീ നിന്റെ ഹൃദയം കടുംചെപ്പമാണെങ്കിലും തൂമഞ്ഞു പോലെ ഞാനത് വെണ്മയുള്ളതാക്കി മാറ്റും. ഈശോയെ എൻ്റെ ഹൃദയത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നിന്റെ കരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാൻ, പരോപകാര പ്രവൃത്തികൾ ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നിനക്ക് ഈശോ തന്നതാണ് നിന്റെ കൈകൾ. ഈ കൈകൾ നിനക്ക് പാപഹേതുവായിട്ടുണ്ടെങ്കിൽ ആ പാപഹേതുവായിട്ടുള്ള നിന്റെ കരത്തെ വെട്ടി ദൂരെ എറിയുക. ഇരുകൈകളുള്ളവരായി നരകാഗ്നിയിൽ നിത്യനരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ ഒരു കൈയുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കരങ്ങൾ കൊണ്ട് തമ്പുരാൻ ഇഷ്ടമില്ലാത്ത പാപകരമായ ചെയ്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കരങ്ങളെ ഈശോയുടെ അടുത്തേക്ക്
കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് ഈശോയെ ദിവ്യകാരുണ്യത്തിൽ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ നമുക്ക് ഈശോയിലേക്ക് യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കാം. നിന്റെ കരങ്ങൾ ഈശോ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കുകയാണ്. തിരുരക്തത്താൽ ആണിപ്പഴുതുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ ഈശോ നിന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. നിങ്ങൾ ദൈവാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണെന്ന് നിങ്ങൾ കരഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം വസിക്കുന്ന ആലയത്തെ, ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. ഈ ശരീരം പാപത്തിന് അടിമയാക്കി മാറ്റരുത്. പാപത്തിന് അടിമയാകുന്നവൻ പാപത്തിൽ മരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപത്തിന്റെ ഫലം മരണമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ശരീരം ദൈവം വസിക്കുന്ന ആലയമാകുന്ന ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ കടമയുണ്ട്. അത് പാപത്തിനടിമയാക്കരുത്. പാപത്തിന്റെ വഴികളിലേക്ക് നടന്നു നീങ്ങരുത്. പാപകരമായ കാര്യങ്ങൾക്കോ ചിന്തകൾക്കോ പ്രവർത്തികൾക്കോ അടിമയാകരുത് നിന്റെ ശരീരത്തെ. കാരണം നിന്റെ ശരീരം ദൈവാത്മാവ് വസിക്കുന്ന ആലയമാണ്. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഈശോയെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഈശോയെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ് മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ല അറിയുന്നു ഞാൻ. അങ്ങേടും തള്ളി വന്ന് ഒരു വാക്ക് ചൊല്ലുമെങ്കിൽ സുഖമാകും എന്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യേശ്വരിലേക്ക് നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന്
കർത്താവേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാൻ ചോദിക്കും മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട് നിനക്ക് കൃപയുടെ നിറവ് സമ്മാനിക്കുന്ന ദൈവം, നിനക്കായി ഉപകാരികളെ നൽകുന്ന ദൈവം, നിന്റെ ശത്രുക്കളെ നിന്റെ പാദത്തിന്റെ കീഴിലാക്കുന്ന ദൈവം, നിനക്കെതിരായി നിൽക്കുന്നവരെ നാമാവശേഷമാക്കുന്ന ദൈവം. നീ ദൈവസന്നിധിയിൽ ശാന്തതയോടെ എളിമയോടുകൂടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവം. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമായി ഇരുന്നാൽ മതി എന്ന് നിന്നോട് പറയുന്ന ദൈവം. നിന്റെ പാപക്കറകളെ കഴുകി വിശുദ്ധീകരിക്കുന്ന ദൈവം. നിന്റെ ജീവിത വഴികളെ തിരുത്തുന്ന ദൈവം. നിനക്കായി സ്നേഹത്തിന്റെ കരുതൽ സമ്മാനിക്കുന്ന ദൈവം. ആ ദൈവത്തെ നിനക്ക് സ്തുതിക്കാൻ പറ്റണം. ആ ദൈവത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ ദൈവത്തെ വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിൽ കാണാൻ നിനക്ക് പറ്റണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും നിന്റെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജലി, രഞ്ജു എന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ദാനമായി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനായി പ്രാർത്ഥനയെ ആവശ്യപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരം നീട്ടി, ആണിപ്പാടുള്ള കരം നീട്ടി അവരെ തൊട്ട് അവർക്ക് ദാനമായി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാൻസർ രോഗികളെയും പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജിലുവിന്റെ അപ്പച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ. ഫിലിപ്പ്, ഷൈനി, ജോബി, മാളു, ക്യാതറിൻ, അന്ന എന്നീ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ. ഏഞ്ചലിന്റെ വിസയുടെ തടസ്സം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സിമിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലോമിന എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകന്റെ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഈശോയെ എടുത്തു മാറ്റി കുടുംബ സമാധാനം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്കല രൂപതയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണേ. പഞ്ചായത്ത് ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും യുവജനങ്ങളെയും രോഗികളായ ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണേ. തൊട്ട് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പിതാവ് ഇന്നേ ദിവസം പ്രാർത്ഥന ആവശ്യപ്പെട്ട, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ വൈദികരെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജിനോയി തൊട്ടിയിലച്ഛൻ, ജോൺ പോൾ അച്ഛൻ, ജോജി ബാബിപ്പറമ്പിലച്ഛൻ, ജോമോൻ മംഗലാപുരത്തിലച്ഛൻ, ടോബി ആലപ്പുഴയ്ക്കലച്ഛൻ, ഈ വൈദികരെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വൈദികരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കണേ. ലോകമകലം പോയി വളരെ പ്രഘോഷിക്കുന്ന വലിയ ശക്തിയോ വലിയ അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ച് അങ്ങയുടെ വിളി സ്വീകരിച്ച് ഈ നഗര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ വൈദികരെ അനുഗ്രഹിക്കണേ. വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ. വചനത്തിന്റെ കൊടുങ്കാറ്റായി ഇവരുടെ ശുശ്രൂഷ മേഖലകളിൽ ഈ വൈദികരെ നീ എടുത്തുപയോഗിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഈശോയെ ആരാധിക്കാം. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും വഴിയും ആരാധനയും എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും കേൾക്കപ്പെടും ആരാധനയും നിന്റെ വേദനകളും നോമ്പരങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന
ഒരു ദിവ്യത്തിന്റെ മുമ്പിലാണ്. ശക്തിയുള്ള നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കൃപയുള്ള ശക്തിയുള്ള ബലമുള്ള ഒരു വലിയ കൃപയുടെ നിറവിന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. നിനക്ക് എത്രത്തോളം ഈശോയെ സ്തുതിക്കാൻ പറ്റുമോ നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ എടുത്ത് മാറ്റപ്പെടും. നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ ബന്ധനങ്ങൾ എടുത്ത് മാറ്റപ്പെടും. നിന്റെ ജീവിതത്തിൽ വൈശാരിക ബന്ധനങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോ എടുത്തു മാറ്റും. ദിവ്യകാരുണ്യം ഈശോയുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിക്കാം. സ്വതന്ത്രമായി സ്വരം ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി പോരാ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ അനുഗ്രഹം വേണ്ട സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പൗരോഹിത്യത്തിലൂടെ ഈശോയെ നീ നൽകിയ വലിയ അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും രോഗവീടുകളും ഈ ജനത്തെ വിട്ടുമാറട്ടെ. ഈ ദേശത്ത് നിന്ന് എല്ലാ ശാപബന്ധനങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ ദേശം വിട്ട് അകന്നു പോകട്ടെ. വിശ്വാസത്തിന്റെ വളർച്ചയുണ്ടാകട്ടെ. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ ബന്ധിച്ച് നിത്യ നരകാഗ്നിയിൽ നിബന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് നസ്രായനായ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളോടും കൽപ്പിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് നസ്രായനായ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എല്ലാ രോഗപീഠങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ആരാധന